നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തലച്ചോറിന് പരിക്കേറ്റാലുള്ള നൂതന ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായ ഡോക്ടർ ഷാജു മാത്യുവാണ്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, ആദ്യം തന്നെ ഒരു പ്രധാന ചോദ്യം ചോദിക്കുകയാണ്. ഡോക്ടർ, അപകടങ്ങളല്ലാതെ മറ്റേതെല്ലാം സാഹചര്യങ്ങളിൽ നമുക്ക് ബ്രെയിൻ ഇഞ്ചുറി സംഭവിക്കാം? സാധാരണഗതിയിൽ നമുക്ക് ഇത് മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ്സ് അഥവാ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് ആണ് ഏറ്റവും അധികം കോമൺ ആയിട്ട് കാണുന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം കാണുന്നൊരു കാര്യമാണ് ഉയരത്തു നിന്നുള്ള വീഴ്ചകൾ. നമ്മൾ കെട്ടിടത്തിൽ നിന്നുള്ള ജോലി സ്ഥലങ്ങളിലും അനുബന്ധമായി നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നിന്നുള്ള അശ്രദ്ധ മൂലം ചിലപ്പോൾ നമ്മൾ ഉയരത്തു നിന്ന് വീഴ്ന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിന് തലച്ചോറിൽ സാരമായ പരിക്ക് ഏൽക്കുന്നുണ്ട്. മൂന്നാമതായി കാണുന്നത് കായിക പരിശീലനത്തിൽ അല്ലെങ്കിൽ കായിക പരിക്കുകളാണ്, സ്പോർട്സ് ഇഞ്ചുറീസ്. അത് നമുക്ക് അറിയാം, ക്രിക്കറ്റിലായിരുന്നാലും ചിലപ്പോൾ അമേരിക്കൻ ഫുട്ബോൾ, റഗ്ബി, ഇതുപോലെ ഹോക്കി, ഇതിലൊക്കെ തലച്ചോറിലേക്ക്, തലയോട്ടിയിലേക്ക് ഈ പന്ത് ശക്തമായിട്ട് പ്രഹരം ഏൽക്കുമ്പോൾ തലച്ചോറിന് തത്തുല്യമായിട്ടുള്ള അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് നാലാമത് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് അസോൾട്ട്, അഥവാ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്കുകളും തർക്കങ്ങളും അടിപിടിയും തലച്ചോറിൽ ചില ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അവസാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ നാട്ടിലധികം സാധാരണമായി കാണുന്നില്ലെങ്കിലും ഗൺഷോട്ട് ഇഞ്ചറീസ് അഥവാ ബോംബ് ബ്ലാസ്റ്റ്, എക്സ്പ്ലോസീവ് ബോംബ് ബ്ലാസ്റ്റ്. അത് നമ്മൾ പെനട്രേറ്റിംഗ് ഇഞ്ചറി ആയിട്ട് കാണാം. വെടിയുണ്ടകൾ ഹൈ വെലോസിറ്റിയിൽ വളരെ വേഗതയേറിയ വെടിയുണ്ടകൾ തലച്ചോറിലേക്ക് ഉള്ളിലേക്ക് പോയി പ്രഹരമേൽക്കുകയും അത് തലച്ചോറിൻ്റെ അകത്ത് ആന്തരികമായിട്ട് ഒത്തിരി ഡാമേജ് വരുത്താനും സാധ്യതയുണ്ട്. പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 കാരണങ്ങളായിട്ട് നമുക്ക് ചുരുക്കാം. 1 വാഹനാപകടങ്ങൾ, 2 ഉയരത്തുനിന്നുള്ള വീഴ്ച, 3 സ്പോർട്സ് ഇഞ്ചറീസ്, 4 അസോൾട്ട് അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തർക്കങ്ങളും വഴക്കുകളും, ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഗൺഷോട്ട് ഇഞ്ചറീസ്. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ ഡോക്ടർ, ഈ തലച്ചോറിലെ പരിക്ക് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഇപ്പം രക്തസ്രാവം ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് സംഭവിക്കുന്നത്? തലച്ചോറിലെ പരിക്കുകൾ നമുക്ക് ഇങ്ങനെ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അധികം ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഈ രോഗിക്കൊരു തലവേദന, വിട്ടുമാറാത്ത തലവേദന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചില വേദനകൾ ചിലതായിട്ട് സാരമായിട്ട് തന്നെ തലച്ചോറിൽ ഇഞ്ചുറി കാരണം ബാധിക്കാൻ സാധ്യതയുണ്ട്. ആ രോഗിക്ക് അത് ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടും. പിന്നെ ഓക്കാനം, ഛർദിൽ അല്ലെങ്കിൽ അപസ്മാരം, ഒരു വശത്ത് എപ്പിലെപ്സി ഫിറ്റ്സ്, പിന്നെ കാഴ്ചയ്ക്കുള്ള മങ്ങൽ, കേൾവിക്കുറവ്, അല്ലെങ്കിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ഒരു സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഒരു മന്ദത, ഒരു ഡ്രൗസിനെസ് അഥവാ നമ്മൾ ചിലപ്പോൾ ചെറിയതായിട്ട് തന്നെ ഒരു ഉറങ്ങിപ്പോകുന്നൊരവസ്ഥ, വിട്ടുമാറാത്ത തലവേദന, ഈ ഛർദിൽ, ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പുറമേ ഇഞ്ചുറി ഇല്ലെങ്കിൽ തന്നെയും ഉള്ളിൽ പരുക്കുകൾ കാരണം ചിലപ്പോൾ തലയോട്ടിയിൽ പൊട്ടൽ കാരണം മൂക്കിൽ കൂടെ ബ്ലഡ് വരാം, ചെവിക്കകത്തൂടെ ബ്ലഡ് വരാം. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ കണ്ണിന് ചുറ്റും ഒരു ചുമന്ന നിറം തലച്ചോറിൻ്റെ അകത്തുള്ള പൊട്ടൽ കാരണം വരാം. അതിന് റക്കൂണൈസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചെവിയുടെ പുറകെ ബാറ്റിൽ സൈൻ, അതായത് നമ്മൾ ചെവിയുടെ പുറകെ ഇതുപോലെ രക്തം കലിച്ച് കിടക്കാം. ഇതെല്ലാം തലച്ചോറിൻ്റെ അകത്തുള്ള ഇഞ്ചുറി കാരണം പുറമേ പ്രകടമാക്കുന്ന വ്യത്യാസങ്ങളാണ്. ഒരു രോഗികൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പ്രധാനപ്പെട്ട പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വ്യക്തിക്ക് വിട്ടുമാറാത്ത തലവേദന, ഛർദിൽ, അപസ്മാരം, ചിലപ്പോൾ ഒരു ബലക്കുറവ് നമുക്ക്, അല്ലെങ്കിൽ അപസ്മാരം, ഇത് പറഞ്ഞ പോലെ ബലക്കുറവും അതുപോലെ ഓർമ്മക്കുറവ്, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെയാണ് കണ്ടുവരുന്നത്. ശരി ഡോക്ടർ, വ്യക്തമാണ്. അതുപോലെ തന്നെ തലച്ചോറിന് പരിക്കേറ്റാലുള്ള പ്രശ്നങ്ങൾ ഏതെല്ലാം? അതായത് ഇപ്പം തലച്ചോറിലെ ഏത് ഭാഗത്ത് പരിക്കേറ്റാലാണ് അപകട സാധ്യത കൂടുതലുള്ളത്? തലച്ചോറിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, തലച്ചോറിലെ ഓരോ ഭാഗവും നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ പ്രവർത്തനവുമായിട്ട് ബന്ധമുണ്ട്. അത് നമുക്ക് തലച്ചോറിലുള്ള പരിക്കായിരുന്നാലും തലച്ചോറിലുള്ള എന്ത് അസുഖമായിരുന്നാലും നമ്മൾ ഇതൊരു കോറിലേഷൻ നമുക്ക് മനസ്സിലാക്കണം. ഒരു ബന്ധം ഓരോ പ്രവർത്തനത്തിനുമുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ കാണുന്നു, കാഴ്ചയാകട്ടെ, കേൾവിയാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സംസാരമാകട്ടെ, ഒരു വശത്ത് ബലക്കുറവ്, ഒരു ചലനമാകട്ടെ, സ്പർശനമാകട്ടെ, ഓർമ്മയിലാകട്ടെ, ഇതെല്ലാം തലച്ചോറിൻ്റെ ഒരു
പ്രത്യേക തരമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇതിനുള്ള ഒരു ഫങ്ഷനുണ്ട്. അപ്പം ഏത് തലച്ചോറിൻ്റെ ഏത് ഭാഗത്താണ് തലച്ചോറിലെ പരിക്ക് വന്ന് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ രോഗിയിൽ ചില ലക്ഷണങ്ങൾ കാണാം. ഉദാഹരണത്തിന് തലയോട്ടിയിൽ പരിക്കേറ്റിട്ട് കണ്ണിൻ്റെ ചുറ്റുമുള്ള അസ്ഥികൾ പൊട്ടുകയാണെങ്കിൽ ആ രോഗിക്ക് കാഴ്ചയ്ക്കുള്ള ബുദ്ധിമുട്ട് സംഭവിക്കാം. ചെവി സംബന്ധമായിട്ട് ഫ്രാക്ചറസ് ആണെങ്കിൽ ഒരുപക്ഷെ അവിടെയുള്ള ഞരമ്പുകൾക്ക് ക്ഷതമേൽക്കുകയും ഒരു വശത്ത് കോടിപ്പോകാൻ സാധിക്കും. അതുപോലെ തന്നെ തലച്ചോറിലെ ചലനം നിയന്ത്രിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ, ഉദാഹരണത്തിന് കൈയും കാലുമുള്ള ചലനം നിയന്ത്രിക്കുന്ന സ്ഥലത്താണെങ്കിൽ ആ വശം ഓപ്പോസിറ്റ് സൈഡിലോട്ട് നമുക്ക് ഒരു ബലക്കുറവ് രോഗിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തലച്ചോറിലെ ഈ പറഞ്ഞ പോലെ ഓരോ വശത്തും ഓരോ ഭാഗത്തിനും ശരീരത്തിൻ്റെ ഓരോ പ്രവർത്തനവുമായിട്ട് ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഏത് ഭാഗത്താണ് അസുഖം എന്നുള്ളത് നമുക്ക് സ്കാനിങ് വഴി കണ്ടുപിടിക്കാൻ സാധിക്കും. അതനുസരിച്ചുള്ള രോഗികൾക്ക് ആ ഒരു ഭവിഷ്യത്തുക്കൾ ഉണ്ടായി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഇതിൻ്റെ നൂതന ചികിത്സാ മാർഗങ്ങൾ എന്തെല്ലാമാണ്? അതായത് ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ബ്രെയിൻ ഇഞ്ചറി സംഭവിക്കുകയാണെങ്കിൽ എത്ര മണിക്കൂറിനുള്ളിൽ അപകടം, അതായത് മരണം വരെ എത്തുന്ന സാഹചര്യമുണ്ട്. അപ്പം അത് എത്ര മണിക്കൂറിനുള്ളിലായിരിക്കും സംഭവിക്കാൻ സാധ്യതയുള്ളത്? അത് നമുക്ക് തലച്ചോറിലെ പരിക്കുകൾ തന്നെ നമ്മൾ ക്ലാസിഫിക്കേഷൻ നമുക്ക് അതിൻ്റെ അകത്തുണ്ട്. ഹെഡ് ഇഞ്ചറി ആയിട്ട് ക്ലാസിഫൈ, നമുക്ക് ഇതിന് ഓരോത്തിനും ഓരോ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പലതരം പരിക്കുകളുണ്ട്. നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ എവിടെയെല്ലാം ലോകമെമ്പാടും നമ്മൾ ഒരു ക്ലാസിഫൈ ചെയ്യുന്നതിന് സ്കെയിലാണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ അഥവാ GCS. അതനുസരിച്ച് നമുക്ക് ഹെഡ് ഇഞ്ചറിയെ നമ്മൾ മൈൽഡായിട്ടും മോഡറേറ്റ് ആയിട്ടും സീവിയർ ആയിട്ട് കണക്കാക്കാം. അത് കണ്ണിൻ്റെ ചലനം വെച്ചും കൈകാലുള്ള ചലനം വെച്ചും ഓരോ വ്യക്തിയുടെ സംസാരം വെച്ച് നമുക്ക് നിയന്ത്രിക്കുകയാണ്. ഈ 3 കാര്യം വെച്ചാണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ നിശ്ചയിക്കുന്നത്. ഏറ്റവും അധികം സ്കോർ 15 ഏറ്റവും ചെറിയ സ്കോർ 3. അപ്പം 8 അതിൽ താഴെയുമുള്ള സ്കോർ ആണെങ്കിൽ നമ്മൾ സിവിയർ ഹെഡ് ഇഞ്ചറി എന്ന് പറയും. ആ പേഷ്യൻ്റ് കൊമറ്റോസ്ഡ് ആണ്. അതല്ല 9 മുതൽ 12 വരെ മോഡറേറ്റ് ഹെഡ് ഇഞ്ചറിയും 13, 14, 15 ഒരു മൈൽഡ് ഹെഡ് ഇഞ്ചറിയാണ്. അപ്പം ഈ മൈൽഡ് ഹെഡ് ഇഞ്ചറിയുടെ തീവ്രത അനുസരിച്ച് രോഗിയിലുള്ള വ്യത്യാസങ്ങൾ അതനുസരിച്ച് പ്രകടമാകും. അപ്പോൾ സിവിയർ ആയിട്ടുള്ള ഹെഡ് ഇഞ്ചറി പേഷ്യൻസിന് നമ്മൾ എമർജൻസി ആയിട്ട് തന്നെ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് തന്നെ ചിലപ്പോൾ ഓപ്പറേഷൻ ആകാം, അതല്ല അതനുസരിച്ചുള്ള ചികിത്സാ രീതിയിലേക്ക് മുന്നോട്ട് പോയില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാകാം. ഇതുപോലെ തന്നെ ഹെഡ് ഇഞ്ചറി നമുക്ക് വേറെ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒരു ഫോക്കൽ ഇഞ്ചറി അല്ലെങ്കിൽ ഡിഫ്യൂസ് ഇഞ്ചറി, അതായത് ഒരു വ്യക്തിയിൽ ഒരു തലച്ചോറിൽ ആഘാതം ഏൽക്കുമ്പോൾ ഒരു വശത്ത് മാത്രമുള്ള ആഘാതവും അല്ലെങ്കിൽ തലച്ചോറിൽ 2 ഹെമിസ്ഫിയറും 2 തലച്ചോറിലെ 2 ഭാഗത്തും ഉള്ള ക്ഷതവും ഇതിൽ ഡിഫ്യൂസ് ആയിട്ട് വരാം. അല്ലെങ്കിൽ തന്നെ നമുക്ക് വേറെ രീതിയിൽ ക്ലാസിഫിക്കേഷൻ ചെയ്യാം, ഓപ്പൺ ഇഞ്ചറി ആൻഡ് ക്ലോസ്ഡ് ഇഞ്ചറി. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ പുറമേ ഒരു വ്യക്തമായിട്ടൊന്നും കാണത്തില്ല, പക്ഷേ ഉള്ളിൽ തലച്ചോറിൻ്റെ ഉള്ളിൽ വളരെ ക്ഷതങ്ങൾ ഏൽപ്പിക്കാം. അല്ലെങ്കിൽ ഓപ്പൺ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഗൺ ഷോട്ട് ഇഞ്ചറീസ് അല്ലെങ്കിൽ പെനട്രേറ്റിംഗ് ഇഞ്ചറീസ്, പുറമേ തലയോട്ടി പൊട്ടി തലച്ചോറിനകത്തിലേക്ക് ക്ഷതം സംഭവിക്കും. അപ്പോൾ ഈ എല്ലാ കണ്ടീഷൻസിലും നമ്മൾ എത്രയും പെട്ടെന്ന് രോഗിയെ നമ്മൾ എന്താ പറയുന്ന എല്ലാ നൂതനമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ, നമ്മുടെ എല്ലാ രോഗിക്കും നമ്മൾ കാഷ്വാലിറ്റി ചെയ്യുന്നൊരു കാര്യമാണ്. ശ്വാസകോശം, അതല്ല ശ്വസന പ്രക്രിയ, അതല്ലെങ്കിൽ അവരെയുള്ള പ്രഷർ വ്യതിയാനങ്ങൾ ഇതെല്ലാം കറക്റ്റ് ചെയ്യുക, ഓക്സിജൻ്റെ അളവ് നിയന്ത്രിക്കുക. ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ രോഗിയെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് ഈ GCSും കോറും നോക്കിയിട്ട് സ്കാനിലേക്ക് വിടുന്നത്. സ്കാനിൽ പ്രവേശിച്ച ശേഷം സ്കാനിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ള ചികിത്സ. അപ്പം പ്രധാനപ്പെട്ട സ്ഥലങ്ങളുള്ള ക്ഷതം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒത്തിരിയധികം ബ്ലഡ് വോളിയം തലച്ചോറിനകത്തുണ്ട്, അല്ലെങ്കിൽ ആ സമ്മർദ്ദം കാരണം രോഗിയുടെ അബോധാവസ്ഥയിലേക്ക് പോകുന്നു. തലച്ചോറിലുള്ള ബ്ലഡിൻ്റെ വോളിയത്തിലെ ഒരു നിശ്ചിത വോളിയം ചില തലച്ചോറിന് ആവരണത്തിന് പുറത്തായിരുന്നാലും തലച്ചോറിന് ആവരണത്തിനുള്ളിലായിരുന്നാലും 2 വ്യത്യാസമുണ്ട്. ഈ വോളിയം ഇതിനനുസരിച്ചാണ് രോഗിയിലെ ഓപ്പറേഷൻ വേണ്ടയോ തീരുമാനിക്കുക ചെയ്യുന്നത്. ഇതനുസരിച്ച് തലച്ചോറിലെ സിവിയറിറ്റി ഓഫ് ദി ഇഞ്ചറി അനുസരിച്ച് ഓരോ രോഗിക്കും ഓരോ രീതിയിലാണ് ചികിത്സാ സമ്പ്രദായം. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ നമ്മളോടൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നും ശശിധരനാണ്. ശശിധരൻ ഡോക്ടറോട് ചോദിക്കാം. ഹലോ ഡോക്ടറെ. പറഞ്ഞോളൂ ശശിധരൻ. ആലപ്പുഴ ജില്ലയിൽ നിന്നാണ്. എന്റെ പേര് ശശിധരൻ. 73 വയസ്സുണ്ട്. എനിക്ക് 73 വയസ്സ്. നല്ല തലവേദന. രാവിലെ ഇരിക്കുമ്പോൾ ഞാൻ ന്യൂറോളജിസ്റ്റിനെ കണ്ട് എന്തോ പറഞ്ഞോളൂ, കേൾക്കാം. തലച്ചോറിൽ അപകടം വന്നതിന് ശേഷമാണോ? ഈ വേദന എങ്ങനെ വിട്ടുമാറാത്തതുകൊണ്ട് ന്യൂറോളജിസ്റ്റിനെ കണ്ടത്.
അതാണ് തലച്ചോറിന് അപകടം ഉണ്ടായതിനു ശേഷമുള്ള പറഞ്ഞോളൂ. അല്ല, ഈ വേദന വന്നിട്ട് വേദന ഇഷ്ടമാകുന്നില്ല. എന്നിട്ട് ഞാൻ ന്യൂറോളജിസ്റ്റിനെ കണ്ടപ്പോൾ ന്യൂറോളജിസ്റ്റ് പെയിൻ കില്ലറാണ് എനിക്ക് തരുന്നത്. പിന്നെ അതുകൂടാതെ ഒരു പ്രിറ്റാലിൻ എന്ന് പറയുന്ന ന്യൂറോബയോളൊക്കെ കഴിക്കുന്നുണ്ട്. ഡോക്ടർ, പ്രേക്ഷകന് റേഞ്ചിന്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. ശശിധരൻ പറയുന്നത് 3 വർഷമായിട്ട് ശശിധരന് കടുത്ത തലവേദനയായിരുന്നു എന്നാണ് പറയുന്നത്. തലച്ചോറിൽ ഏറ്റ പരിക്കിന് ശേഷമുള്ള തലവേദനയാണെന്ന് വിശ്വസിക്കുന്നു അല്ലേ? അതെ ഡോക്ടർ. അപ്പോൾ നമുക്കത് തലച്ചോറിന് മുമ്പ് ഓപ്പറേഷൻ ഒന്നും ചെയ്യാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു. ചേർച്ച ഓപ്പറേഷൻ ചെയ്തതായിട്ട് പറഞ്ഞിട്ടില്ല. എന്തായാലും അത് എന്താണെന്നുള്ളത് നമുക്ക് ഈ സ്കാനിങ് പരിശോധന തെളിയുന്നതാണ്. ചില വേദനകൾ, ചില തലയിലെ വേദനകൾ ഇതുമായിട്ട് അനുബന്ധം ഉണ്ടാകണമെന്നില്ല. ഒത്തിരിയധികം കോസസ് ഉണ്ട്. അത് ഒരു സൈനസൈറ്റിസ് ആകാം, അല്ലെങ്കിൽ മൈഗ്രെയിൻ ആകാം, അല്ലെങ്കിൽ വേറെ തത്തുല്യമായിട്ട് വേറെ എന്താണെന്നുള്ളത് ചികിത്സിച്ച് നമുക്ക് ഭേദമാക്കാം. ചില തലവേദനകൾ ഈ തലച്ചോറിൻ്റെ പരിക്കതിന് ശേഷം അത് കൂടുന്നതായിട്ട് ചില മൈഗ്രെയിൻ ഉള്ള വ്യക്തികൾക്കാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ ഈ മൈഗ്രെയിന് ശേഷം തലച്ചോറിന് പരിക്കതിന് ശേഷം അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും തലയിൽ സ്കാൻ ചെയ്ത് നോക്കുക. തലയുടെ സ്കാൻ ചെയ്ത് വേറെ ബുദ്ധിമുട്ടൊന്നും, വേറെ പ്രശ്നങ്ങളോ മുഴകളോ ഒന്നും ഇല്ലയെന്ന് തീർച്ചപ്പെടുത്തി കഴിഞ്ഞാൽ മരുന്നുകൾ കൊണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായി മനസ്സിലാക്കുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ബ്രെയിൻ ഇഞ്ചുറി മരുന്നുകൊണ്ട് എത്രത്തോളം ചികിത്സിച്ച് നമുക്ക് ഈ അസുഖത്തെ ഭേദമാക്കാൻ സാധിക്കും? ബ്രെയിൻ ഇഞ്ചുറി മെഡിക്കേഷൻസ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, തലച്ചോറിലുള്ള എടുക്കുന്ന പരിക്കേറ്റ അനുസരിച്ച് ഏത് രോഗിക്കായിരുന്നാലും നമ്മൾ നിരീക്ഷണമാണ് ആവശ്യം. ആദ്യമേ നമ്മൾ തലച്ചോറിൽ പരിക്കേറ്റ പൂർണ്ണമായ ബോധമുള്ള ഒരു രോഗിയാണെങ്കിൽ പോലും നമ്മൾ ചിലപ്പോൾ നിരീക്ഷണത്തിന് വിധേയനാകാറുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ചിലപ്പോൾ തലയിൽ രക്തം അലിയിക്കുന്ന മരുന്ന് കഴിക്കുന്ന വ്യക്തികൾ കാണും. ചിലപ്പോൾ ഈ ഹാർട്ടിന് അസുഖമുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹൃദയ സംബന്ധമായിട്ട് അസുഖങ്ങൾക്ക് 2 നേരം മരുന്നുകൾ, രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്ന് കഴിക്കുന്ന വ്യക്തികൾക്ക് ഇതൊക്കെ പെട്ടെന്ന് സാധ്യതയുണ്ട്. ഈ ബ്ലീഡിങ്ങുള്ള സാധ്യത ഒത്തിരി കൂടുതലാണ്. അങ്ങനെയുള്ള രോഗികളെ വളരെ ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഇതിന് ചില ഗൈഡ് ലൈൻസ് ഉണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹെൽത്ത് ആൻഡ് ക്ലിനിക്കൽ എക്സലൻസ്, NICE ഗൈഡ് ലൈൻസ്. ഇതനുസരിച്ച് ഒരു വ്യക്തിയെ എപ്പോഴാണ് സ്കാനിങ് ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമായിട്ട് അതിലത് പറയുന്നുണ്ട്. സ്കോർ GCS, നേരത്തെ പറഞ്ഞ സ്കോർ 15-ൽ താഴെയാണെങ്കിൽ സ്കാൻ ചെയ്യണം. എങ്കിൽ അപസ്മാരം വരുന്നുണ്ട്, സ്കാൻ ചെയ്യണം. ഒന്നിലധികം പ്രോബ്ലം, ഛർദ്ദിക്കുകയാണെങ്കിൽ സ്കാൻ ചെയ്യണം. അതെങ്കിലും വിട്ടുമാറാത്ത തലവേദന, അതുപോലെ എന്തെങ്കിലും ഒരു സൈഡിൽ ബലക്കുറവ് ഇതൊക്കെ ഉണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കണം. സ്കാൻ ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു വ്യക്തിയെ ചികിത്സയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ICUയിൽ നമ്മൾ ചികിത്സിക്കുന്നത് പ്രധാനമായിട്ടും ജനറലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ രോഗിയുടെ കട്ടിൻ്റെ തലഭാഗം ഒരു 30 ഡിഗ്രി ഉയർത്തി വയ്ക്കണം. ആ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിലാണ് തലച്ചോറിലെ ഉള്ള കട്ട അല്ലെങ്കിൽ രക്തത്തിൻ്റെ ഉള്ള വോളിയം ഏറ്റവും കുറയുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ തലച്ചോറിലെ ഇൻട്രാക്രേനിയൽ പ്രഷർ, തലച്ചോറിൻ്റെ അകത്തുള്ള പ്രഷറെ കുറയ്ക്കാനായിട്ടുള്ള എല്ലാ ചികിത്സാ രീതിയിൽ നമ്മൾ അതിൽ കൈക്കൊള്ളേണ്ടതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ഈ ഹെഡ് എൻഡ് ഓഫ് ദ ബെഡ് ഒരു 30 ഡിഗ്രി ഉയർത്തി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ ചെറിയ സെഡേഷൻസ് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ പേഷ്യൻ്റ് ഒത്തിരി അജിറ്റേറ്റഡ് ആണെങ്കിൽ സെഡേഷൻ കൊടുക്കേണ്ടി വരും. ചിലപ്പം കുറച്ച് പാരലൈസ് ചെയ്ത് ചിലപ്പോൾ വെൻറ്റിലേറ്ററിലേക്ക്, ഒത്തിരി വലിയ ബ്ലീഡിംഗ് ആണ് അല്ലെങ്കിൽ അബോധാവസ്ഥ ഒത്തിരി കൂടുതലാണ്, സിവിയർ ഹെഡ് ഇഞ്ചുറി ആണെങ്കിൽ ചിലപ്പോൾ വെൻറ്റിലേറ്ററിലോട്ട് മാറ്റി ചിലപ്പോൾ പാരലൈസ് ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ ഈ തലച്ചോറിലുള്ള സമ്മർദ്ദം കുറയ്ക്കാനായിട്ട്, നീർക്കെട്ട് കുറയ്ക്കാനായിട്ട് ഓസ്മോട്ടിക് ഡയോറിറ്റിക്സ് എന്ന രീതിയിലുള്ള മാനിറ്റോൾ പോലത്തെ മരുന്നുകൾ, ഹൈപ്പർട്ടോണിക് സലൈൻ മരുന്നുകൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. അപസ്മാരം വരാതിരിക്കാനുള്ള ആൻറ്റി എപ്പിലെപ്റ്റിക്സ് മരുന്ന്, ഇതെല്ലാം നമ്മൾ കൊടുത്ത് രോഗിയെ ഒരു ജനറലായിട്ട് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട സെക്കൻഡറി ഡാമേജ് തടയാനുള്ള മരുന്നുകളാണ്. പ്രൈമറി ഡാമേജ് നമുക്ക് തടയാൻ പറ്റത്തില്ല, ആ സമയത്ത് ഉള്ളതാണ് പ്രൈമറി ഡാമേജ്. പിന്നെ ഹെഡ് ഇഞ്ചുറി വന്നതിന് ശേഷമുള്ള സെക്കൻഡറി ഡാമേജ് എന്ന് പറഞ്ഞാൽ ഹൈപ്പോക്സിയ, ഓക്സിജൻ്റെ അളവ് കുറവ്, ഹൈപ്പർ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതൽ, അല്ലെങ്കിൽ അപസ്മാരം, ഹൈഡ്രോകെഫാലസ്, ഈ തലച്ചോറിലെ വെള്ളം കെട്ടി വരുന്നത്, ഇതൊക്കെ തടയാനായിട്ടുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ തലച്ചോറിനേക്ക് ഉള്ള ന്യൂറോ പ്രൊട്ടക്റ്റീവ് ഏജൻറ്റ്സ് ഒത്തിരിയുണ്ട്. തലച്ചോറിലെ കോശങ്ങൾ നശിച്ചു പോകാതിരിക്കാനും, അതുപോലെയുള്ള പദാർത്ഥങ്ങൾ വഴി, ആ പ്രക്രിയയിൽ ചില പദാർത്ഥങ്ങൾ വഴി, വ്യതിയാനങ്ങൾ വഴി വന്നിട്ട് തലച്ചോറിലെ കോശങ്ങൾ നിർജ്ജീവമാകാതിരിക്കാനും വേണ്ടിയുള്ള ഒത്തിരി തരം മരുന്നുകളും വിപണിയിൽ ഇപ്പോൾ നിലവിലുണ്ട്. ഡോക്ടർ, നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു, നൂതന ചികിത്സാ മാർഗങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അപ്പം എന്താണ് ഇതിൽ ഏതൊക്കെ ഘടകങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്?
നമ്മുടെ രോഗിയുടെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹെഡ് ഇഞ്ചറി പേഷ്യൻസിന് ചികിത്സ എന്ന് പറയുന്നത് നമ്മളതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസും അതിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് തിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ രോഗിയെ ആദ്യമേ തന്നെ സ്കാനിന് കൊണ്ടുപോകുന്നു. ചിലപ്പോൾ ഈ സ്കാനിൽ പോലും CT സ്കാനിൽ പോലും തെളിയാത്ത കാര്യങ്ങൾ MRI സ്കാൻ വിധേയരാക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഡിഫ്യൂസ് ആക്സോൺ ഇഞ്ചറി എന്നൊരു ഇൻറ്റിറ്റി ഉണ്ട്. ആ തലച്ചോറിലെ ക്ഷതങ്ങളൊന്നും ആ CT സ്കാനിൽ തെളിയത്തില്ല, പക്ഷേ രോഗി അബോധാവസ്ഥ തന്നെ കിടക്കും. അപ്പോൾ അതിൽ MRI എടുക്കുമ്പോൾ ചെറിയ തലച്ചോറിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ചെറിയ മൈക്രോ ഹെമറേജസ് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് നൂതനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിലുള്ള രക്തയോട്ടത്തെ പറ്റിയും അവിടെ നടക്കുന്ന മെറ്റബോളിസത്തെ പറ്റിയും അറിയാനായിട്ടുള്ള മാർഗങ്ങൾ ഇപ്പോൾ ഉണ്ട്. അതായത് സെറിബ്രൽ ബ്ലഡ് ഫ്ലോ നോക്കാനുള്ള കാര്യങ്ങൾ, നിയർ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി, അല്ലെങ്കിൽ ട്രാൻസ്ക്രേനിയൽ ഡോപ്ലർ, അതായത് തലച്ചോറിൻ്റെ അകത്തുള്ള വ്യതിയാനങ്ങൾ, തലച്ചോറിലെ രക്തയോട്ടത്തിലുള്ള വ്യതിയാനങ്ങൾ ഡോപ്ലർ ടെസ്റ്റ് വഴി നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ അവിടെയുള്ള ഓക്സിജൻ്റെ അളവ്, ജുഗുലാർ ബൾബ് ഓക്സിമെട്രി അല്ലെങ്കിൽ ബ്രെയിൻ ടിഷ്യൂ ഓക്സിഡേഷൻ, ഇതെല്ലാം ആ ഓക്സിജൻ്റെ അളവ് നമുക്ക് മനസ്സിലാക്കിയിട്ട് അവിടെയുള്ള വ്യതിയാനങ്ങൾ മനസ്സിലാക്കുകയും തലച്ചോറിൽ വരാൻ സാധിക്കുന്ന അപകടമായ നിർജീവത പരിഹരിക്കാൻ സാധിക്കുകയും ചെയ്യും. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഈ മൈഗ്രെയിൻ്റെ കാര്യം. ഈ മൈഗ്രെയിൻ അമിതമായിട്ട് കൂടുകയോ, അതായത് ഇപ്പം സൗണ്ടിൻ്റെ നല്ല ഓവറായിട്ടുള്ള സൗണ്ട് വരികയും അതുപോലെ ലൈറ്റ് കൂടുതൽ വരികയും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ട് അത് മൈഗ്രെയിൻ ആണെന്ന് പറയുകയും ആ മൈഗ്രെയിന് ഈ തലച്ചോറിലെ പരുക്കുമായിട്ട് ബന്ധമുണ്ടോ? അതായത് ഏതൊക്കെ രീതിയിലുള്ള ചികിത്സയാണ് ഇതിന് നമ്മൾ എടുക്കേണ്ടത്? മൈഗ്രെയിനും ഇത് വാസ്തവത്തിൽ സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ് പക്ഷേ ഈ മൈഗ്രെയിനുള്ള രോഗികൾക്ക് പരിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തീവ്രത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അത് സാധാരണഗതിയിൽ മൈഗ്രെയിൻ മെഡിക്കേഷൻസ് തന്നെ നമുക്കെല്ലാം ഇതിനും ഫലപ്രദമാണ്. ചിലപ്പോൾ അതിൻ്റെ ഡോസ് ഒന്ന് വ്യതിയാനം വരുത്തേണ്ടി വരും. തലച്ചോറിൻ്റെ ഇഞ്ചുറിയുടെ സിവിയറിറ്റി അനുസരിച്ച് മൈഗ്രെയിൻ വരുന്ന വ്യത്യാസം അനുസരിച്ച് ചിലപ്പോൾ അത് കുറച്ച് പ്രൊലോങ്ഡ് ആയിട്ട് കഴിക്കേണ്ടി വരും. അതിൻ്റെ ഡോസും കുറച്ച് കൂട്ടേണ്ടതായിട്ട് വരും. പിന്നെ തലച്ചോറ് നേരത്തെ പറഞ്ഞ ന്യൂറോ മോഡുലേറ്റീവ് ഏജൻറ്റ്സ് ഒത്തിരി ഉള്ളത് പറയാൻ കാരണം, ഇപ്പോൾ വിപണിയിലുള്ളത് ഉദാഹരണത്തിന് ഈ പറഞ്ഞ പോലെ ഈ തലച്ചോറിൻ്റെ സെക്കൻഡറി ഡാമേജ് തടയാവുന്ന മെഡിസിൻസാണ് കൂടുതലായിട്ടുള്ളത്. അതിൻ്റെ അകത്ത് എടുത്ത് പ്രധാനപ്പെട്ട് പറയാനുള്ള ഇപ്പോൾ സ്റ്റാറ്റിൻസ്, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തലച്ചോറിൻ്റെ നമ്മുടെ ഈ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്ന സ്റ്റാറ്റിൻസ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എറിത്രോപോയിറ്റിൻ എന്ന മരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റെം സെൽ തെറാപ്പീസ് ഉണ്ട്, പല മോഡുലേഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ. അപ്പോൾ തലച്ചോറിന് ക്ഷതമേറ്റതിന് ശേഷം ചില വൈകല്യങ്ങൾ അല്ലെങ്കിൽ ഈ ചില ട്രമേഴ്സ് പോലത്തുള്ള അസുഖങ്ങൾ വരുമ്പോൾ അത് നമുക്ക് ഈ MRI ലോക്കലൈസ് ചെയ്തിട്ട് ആ ഒരു സ്ഥലത്ത് മാത്രം ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ചെയ്തും മാഗ്നറ്റിക് സ്റ്റിമുലേഷൻ വഴി, ന്യൂറോ മാഗ്നറ്റിക് മോഡുലേഷൻ വഴി ഇതൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. മരുന്നുകളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ സൊവാറ്റെൽറ്റൈഡ് എന്നൊരു മെഡിസിനുണ്ട്, അല്ലെങ്കിൽ സിറ്റിക്കോളിനുണ്ട്, സെറിബ്രോ ലൈസൻസ് ഉണ്ട്. ഇതെല്ലാം തലച്ചോറിൻ്റെ ഈ രണ്ടാമത്തെ സ്റ്റേജ്, പ്രൈമറി ഡാമേജ് അല്ല, സെക്കൻഡറി ഡാമേജ് തടയാനായിട്ട് ഉപയോഗിക്കുന്ന പുതിയ നൂതനമായിട്ടുള്ള മരുന്നുകളാണ്. ഡോക്ടർ, ഈ തലയ്ക്ക് ഈ ഇഞ്ചുറിയായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വീഴ്ചകൾ, അതുപോലെ അപകടങ്ങൾ, സ്പോർട്സ് ഇഞ്ചുറി, അങ്ങനെ പല രീതിയിലുള്ള ഇഞ്ചുറി സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞ് സർജറിയിലേക്ക് പോകേണ്ടി വരുന്നത് ഏത് സാഹചര്യത്തിലാണ്? സർജറിയിലേക്ക് പോകേണ്ടത് നമ്മളെപ്പോഴും പറയാറില്ല, നമ്മൾ ആദ്യമേ ഈ ചികിത്സ എല്ലാം കൊടുക്കുന്നു. ഈ പറഞ്ഞ പോലെ സെഡേറ്റ് ചെയ്യുന്നു, പാരലൈസ് ചെയ്യുന്നു, മരുന്നുകൾ കൊടുക്കുന്നു, നീർക്കെട്ട് കുറയ്ക്കുന്നു, അപസ്മാരം വരാതിരിക്കും മരുന്ന് കൊടുക്കുന്നു, എല്ലാം ജനറലായിട്ട് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ തലച്ചോറിലെ പരിക്ക് കാരണം വൈറലും പെപ്റ്റിക് അൾസർ, ഇതൊക്കെ അൾസർ വരാം, അതനുസരിച്ച് മരുന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം ജനറലായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ തലച്ചോറിലുള്ള ബ്ലീഡിങ്, നേരത്തെ പറഞ്ഞ പോലെ ബ്ലീഡിങ്ങിൻ്റെ തോത് നോക്കിയിട്ട്, അതിൻ്റെ വോളിയം നോക്കിയിട്ട് തലച്ചോറ് തലയോട്ടി തുറന്ന് രക്തക്കട്ടം നീക്കം ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ആ സമ്മർദ്ദം കൂടിയിട്ട് രോഗിയുടെ ബോധാവസ്ഥയിൽ ഗണ്യമായിട്ട് അബോധാവസ്ഥയിൽ പോകുന്ന അവസരങ്ങളിൽ, അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ഈ രക്തക്കട്ടയുടെ വോളിയം ഒരു പരിധിയിൽ കൂടുതലാണെങ്കിൽ, അത് ഓരോ പ്രതലത്തിലും ഓരോ വോളിയമുണ്ട്. പിന്നെ അത് ആ രോഗിയുടെ ക്ലിനിക്കൽ അസസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയിട്ട് ശേഷം വേണം നമ്മൾ തീരുമാനിക്കാൻ. അതനുസരിച്ച് വേണം നമ്മൾ ഓപ്പറേഷനിലേക്ക് പോകുന്നത്. ഈ മരുന്ന് കൊണ്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല, വിട്ടുമാറാത്ത അപസ്മാരം വരുന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഈ വീണ്ടും എടുത്ത CT സ്കാനിൽ തലച്ചോറിൽ ബ്ലീഡിങ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസ്ഥകളിലാണ് സാധാരണ നമ്മൾ ഓപ്പറേഷനിലേക്ക് ശസ്ത്രക്രിയയായിട്ട് പോകുന്നത്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, ചേർത്തലയിൽ നിന്നും ജയനാണ്. ജയൻ, ഡോക്ടറോട് ചോദിക്കാം. ഹലോ പറഞ്ഞു. ഹലോ ജയൻ. ഡോക്ടറെ, എൻ്റെ മകളുടെ കാര്യത്തിന് വേണ്ടി വിളിക്കുവാണ്.
പിന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് ഇത് ആദ്യമായിട്ട് ഫിക്സ് പോലെ ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് അവിടുത്തെ ടെസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പോൾ നോക്കിയപ്പോൾ അതിലെല്ലാം നോർമലായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ വരാനുള്ള കാര്യം എന്താണെന്നൊന്ന് പറയാമോ? എന്ത് ടെസ്റ്റാണ്? ബ്ലഡ് ടെസ്റ്റാണ് ചെയ്ത് നോക്കിയത്? ബ്ലഡ് ടെസ്റ്റ് ആയിരുന്നോ ജയൻ ചെയ്തത്? ഹലോ ജയൻ പോയി. എന്തായാലും ആ ബ്ലഡ് ടെസ്റ്റ് ആണോ സ്കാൻ ചെയ്ത് നോക്കിയായിരുന്നോ? CT സ്കാനൊക്കെ ചെയ്തായിരുന്നോ? എല്ലാം ചെയ്ത് നോക്കിയത്. അതിലൊക്കെ നോർമലാണെന്നാണ് അവിടുന്ന് അറിഞ്ഞത്. MRI നിർദ്ദേശിച്ചിട്ടുണ്ടോ? MRI സ്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടോ? MRI സ്കാൻ ചെയ്യാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? MRI സ്കാൻ ചെയ്ത് നോക്കി, അതും ചെയ്തു. CT സ്കാൻ എടുത്തു, ചെയ്ത് നോക്കി. ചില ഇത് അപകടമൊന്നും മുമ്പ് വന്നിട്ടില്ലല്ലോ? ഇല്ല ഒന്നും വന്നിട്ടില്ല. അപ്പം നമ്മളിനി EEG പരിശോധന EEG എടുത്തായിരുന്നോ? ഇലക്ട്രോഎൻകെഫലോഗ്രാം EEG നോർമലാണ് ഡോക്ടറെ. നോർമലാണ്. എന്നാൽ തന്നെ നമ്മൾ കുറച്ച് നാളത്തേക്ക് മരുന്ന് കഴിക്കേണ്ടത് തന്നെ വരും. ന്യൂറോളജിസ്റ്റിനെ കണ്ടിട്ട് ഒരു കുറച്ച് നാൾ മരുന്ന് കഴിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ കാരണം ചിലതിന് ചിലപ്പം കണ്ടെത്താൻ സാധിക്കത്തില്ല. ചിലപ്പോൾ ചെറുപ്പത്തിലുള്ള ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടോ എന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ ചിലത് ഈ പറഞ്ഞ പോലെ തലച്ചോറ് ചെറിയ വ്യതിയാനങ്ങൾ പോലെ ഉണ്ടെങ്കിലും അതിൻ്റെ അത് തെളിയുന്നതാണ്. ചിലപ്പോൾ MRI സീക്വൻസ് ചിലപ്പോൾ MRI കുറച്ച് കൂടി MRI എടുക്കേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് മരുന്നുകളും EEG ഒക്കെ എടുത്തതിന് ശേഷം ഫോളോ അപ്പ് വെച്ചതിന് ശേഷം ഈ മരുന്നിൻ്റെ ഡോസ് കുറച്ച് നിർത്താൻ സാധിക്കും. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായി മനസ്സിലാക്കുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സംവിധാനങ്ങൾ എന്തെല്ലാമാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് സംവിധാനങ്ങൾ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. നമ്മൾ സെറിബ്രോ പ്രൊട്ടക്റ്റീവ് ഏജൻസ്, ന്യൂറോ പ്രൊട്ടക്റ്റീവ് ഏജൻസ്, അത് നമ്മുടെ തലച്ചോറിൻ്റെ സെക്കൻഡറി ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള മരുന്നുകൾ. അത് കോശം നിർജ്ജീവമാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നേരത്തെ പറഞ്ഞ സെറിബ്രോ ലൈസിൻ, സിറ്റിക്കോളിൻ, അല്ലെങ്കിൽ ഡൊക്കോസെക്സനിക് ആസിഡ്, സ്റ്റെം സെൽ തെറാപ്പി, ഈ പറഞ്ഞ പോലെ സ്റ്റാറ്റിൻസ്, ഒത്തിരി മരുന്നുകൾ നേരത്തെ പറഞ്ഞത് സൊവാറ്റെൽറ്റൈഡ്, ഇതെല്ലാം തലച്ചോറിൻ്റെ രണ്ടാമത്തെ ഭാഗം സെക്കൻഡറി ബ്രെയിൻ ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യുന്ന മെഡിസിൻസാണ്. അതല്ല, നമ്മൾ ഈ തലച്ചോറിൽ ശസ്ത്രക്രിയയായിട്ട് ഭാഗം നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് കൂടുതൽ മോണിറ്ററിങ് ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചില ട്യൂബ്സ് അതിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ പ്രഷർ മോണിറ്ററിങ്, ICP മോണിറ്ററിങ് എന്ന് പറയും, ഇൻട്രാക്രനിയൽ പ്രഷർ മോണിറ്ററിങ്. അതല്ല, അതുപോലെ തന്നെ ചിലപ്പോൾ തലച്ചോറിൻ്റെ ഉള്ളിലെ അറകളിൽ ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആ അറകളിൽ നിന്ന് ഒരു ട്യൂബ് കടത്തി എക്സ്റ്റേണൽ വെൻട്രിക്കുലർ ഡ്രെയിനേജ്, EVD എന്ന് പറഞ്ഞ് ആ ദ്രാവകം ബ്ലീഡിങ്ങോടെ പുറത്തോട്ട് കളയുന്നുണ്ട്. ഇതും കൂടാതെയാണ് നമ്മൾ തലയോട്ടി തുറന്നുള്ള ഓപ്പൺ സർജറീസ്. അത് ചിലപ്പോൾ ഒരു ബർഹോളായിരിക്കാം, അത് ഒരു 2 സെൻറ്റിമീറ്റർ രീതിയിലുള്ള ഒരു ഹോൾ ഇട്ടിട്ട് ലിക്വിഫൈഡ് ആയിട്ടുള്ള ബ്ലഡെല്ലാം അതുവഴി നീക്കം ചെയ്യാം. അതല്ലെങ്കിൽ എവിടെയാണ് തലയോട്ടിയുടെ ഭാഗത്തിൻ്റെ ഭാഗത്ത് അടിയിലാണ് രക്തക്കട്ടയെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ആ തത്തുല്യമായ തലയോട്ടിയിൽ ഹോൾസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് കണക്ട് ചെയ്ത് നമ്മളൊരു അസ്ഥിയുടെ ഒരു ഭാഗം, തലയോട്ടിയുടെ ഭാഗം ക്രേനിയോട്ടമി എന്ന് പറയും, ക്രേനിയോട്ടമി ചെയ്ത് ആവരണം തുറന്ന്, ആവരണത്തിന് പുറമെയാണ് ബ്ലീഡിങ്ങിൽ അത് നീക്കം ചെയ്യുക, ആവരണത്തിനകത്താണെങ്കിൽ അത് നീക്കം ചെയ്യാം, ക്രേനിയോട്ടമി ചെയ്ത് നീക്കം ചെയ്യാം. അതും അല്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ സമ്മർദ്ദം കൂടിയ അവസ്ഥയിൽ, തലച്ചോറ് രക്തസ്രാവം കൂടി സമ്മർദ്ദം കൂടി നീർക്കെട്ട് കൂടുന്ന അവസ്ഥയിൽ ഈ തലയോട്ടി വളരെ വികസിച്ച് വരും നമ്മൾ ബ്ലീഡിങ് എടുത്തതിന് ശേഷം. അപ്പോൾ ഈ തലയോട്ടി തിരിച്ച് വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്ന സമയങ്ങൾ നമ്മളിതിനെ ഡീകംപ്രസീവ് ക്രേനിയക്ടമി എന്ന് പറയും. തലയോട്ടിയുടെ ഈ ഭാഗം താൽക്കാലികമായിട്ട് മാറ്റിവെക്കും. ചിലപ്പോൾ ഒരു 1.5 മാസം മുതൽ 3 മാസം വരെ വയറിൻ്റെ നമ്മൾ പേശിയുടെ മുകളിലേക്ക് വയ്ക്കുകയോ അല്ലെങ്കിൽ റെഫ്രിജറേറ്ററിൽ ഫ്രീസറിൽ വയ്ക്കുകയോ ചെയ്യാറുണ്ട്. അതിനുശേഷം തലച്ചോറിലെ ഈ പറഞ്ഞ സമ്മർദ്ദം കുറഞ്ഞ് തലച്ചോറ് ഭാഗം താഴ്ന്നു വരുമ്പോൾ രണ്ടാമത് ശസ്ത്രക്രിയ ചെയ്ത് അത് വീണ്ടും ക്രേനിയോപ്ലാസ്റ്റി എന്ന് പറയും, വീണ്ടും പിടിപ്പിക്കാറുണ്ട്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, നമ്മളോട് ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. പാലക്കാട് നിന്ന് പാർവതിയാണ്. പാർവതി, ഡോക്ടറോട് ചോദിക്കാം. പറഞ്ഞോളൂ പാർവതി, പറഞ്ഞു. തലവേദന കഴുത്തുനിന്ന് തുടങ്ങിയിട്ട് ചെവിന്ന് ഈ ഒരു വലതു ഭാഗം ഒരേ വേദന. ഹലോ പാർവതി, ഡോക്ടറോട് ചോദിച്ചോളൂ. എനിക്കില്ലേ വലതു ഭാഗത്ത് കഴുത്തുനിന്ന് തുടങ്ങിയിട്ട് ചെവി മുതൽ തലയിൽ ഒരു സൈഡ് അങ്ങനെ വേദന. അതിനുള്ള മരുന്ന് കഴിച്ചിട്ടൊന്നും മാറിയിട്ടില്ല.
ആ യാത്ര ചെയ്യാൻ പാടില്ല, വെയിൽ കൊള്ളാൻ പാടില്ല, കൂടുതലാവും. സാധാരണഗതിയിൽ വെയിൽ കൊള്ളുമ്പോൾ വരുന്നത് ഈ മൈഗ്രെയിൻ പോലത്തെ മരുന്നും യാത്ര ചെയ്യുമ്പോൾ കഴുത്തിലെ അനക്കം കാരണം വരുന്നത് സ്പോണ്ടിലോസിസ്, സെർവൈക്കൽ സ്പോണ്ടിലോസിസ് കാരണം അസുഖം തന്നെ ആയിരിക്കാം. ഈ കഴുത്തിലെ വേദന ഈ പറഞ്ഞ കശേരികൾക്കെതിരെയുള്ള തേയ്മാനം വന്നിട്ടും ഈ തലയിലോട്ട് റേഡിയേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അത് സാധാരണ നമുക്ക് കഴുത്തിൻ്റെ ഒരു എക്സ്റേയും അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് നമുക്ക് അത് നിർണ്ണയിക്കാൻ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതാണ്. കഴുത്ത് വേദന കയ്യിൽ തലയിലുള്ള അല്ലെങ്കിൽ കഴുത്തിലുള്ള ചലനം കൂടുതലുള്ള വേദന വരുന്ന മോസ്റ്റ് കോമൺ കോസ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഈ തേയ്മാനം, കഴുത്തിൽ തേയ്മാനം വന്നിട്ട് അത് തലയിലോട്ട് റേഡിയേറ്റ് ചെയ്യുന്നതിൻ്റെ അസുഖമാണ്. പിന്നെ നേരത്തെ വെയിൽ എടുക്കുമ്പോഴുള്ള തലവേദന മിക്കവാറും ചിലപ്പോൾ മൈഗ്രെയിൻ എന്നൊരു പാർട്ട് ഇതിൻ്റെ കൂടെ കോയിൻസിഡൻസ് അതിൻ്റെ അകത്ത് കാണും. രണ്ടും കൂടെ ഉള്ളതായിരിക്കും പാർബിസിക്കുള്ള വേദന. ശരി ഡോക്ടർ, പ്രേക്ഷകർക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഓരോ സാഹചര്യങ്ങളിലും സർജറി വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. ഏതൊക്കെ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പല പല രീതിയിലുള്ള ഹെഡ് ഇഞ്ചുറീസ് സംഭവിക്കുന്ന കാര്യം. അപ്പം ഓരോ ഇഞ്ചുറീസും സംഭവിക്കുമ്പോൾ സർജറി കഴിഞ്ഞിട്ട് എത്ര നാൾ ആശുപത്രി വാസം നമുക്ക് വേണ്ടി വരും? അത് നേരത്തെ പറഞ്ഞ സർജറി ഹെഡ് ഇഞ്ചുറിയുടെ സിവിയറിറ്റി പോലെ ഇരിക്കും. ചിലപ്പോൾ വളരെ അബോധാവസ്ഥയിൽ കിടക്കുന്ന രോഗി മൈൽഡ് ഹെഡ് ഇഞ്ചുറി ഉണ്ട്. മൈൽഡ് ഹെഡ് ഇഞ്ചുറി തലച്ചോറിൻ്റെ ആവരണത്തിന് പുറമേയുള്ള ബ്ലീഡിംഗ് ഒക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ രോഗി റിക്കവർ ചെയ്ത് ഒരാഴ്ചക്കകത്ത് തന്നെ നമുക്ക് വിടാൻ സാധിക്കും. അതല്ല തലച്ചോറിന് ആവരണത്തിൻ്റെ അകത്തും തലച്ചോറിൻ്റെ ഉള്ളിലുള്ള ബ്ലീഡിങ്ങും അതുപോലെ തന്നെ അത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ബ്രെയിൻ സ്റ്റം പോലുള്ള സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയും നീർക്കെട്ട് എല്ലായിടത്തും വ്യാപിച്ച് നേരത്തെ ഡിഫ്യൂസ് ഇഞ്ചുറി ആണെങ്കിലും ആ രോഗിയിൽ പാർശ്വഫലങ്ങളായിട്ട് ഇതിൻ്റെതെല്ലാം ബുദ്ധിമുട്ട് കാണും. ആ അബോധാവസ്ഥയിൽ കിടക്കാം, നീണ്ട നാൾ കൈയും കാലും ചലനമില്ലാതെ കിടക്കാം, വെന്റിലേറ്ററിലേക്ക് കുറേ നാൾ കിടക്കാം. വെന്റിലേറ്റർ കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ ട്യൂബ് ബ്ലോക്ക് ആകുന്നതുകൊണ്ട് നമ്മൾ തൊണ്ടയിലൂടെ ട്യൂബിട്ട് ട്രക്കിയോസ്റ്റമി, ശ്വാസനാളത്തിലേക്ക് ട്യൂബിടാം. അങ്ങനെയുള്ള രോഗികളുടെ ആശുപത്രി വാസം കൂടും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് പിന്നെ നഴ്സിംഗ് കെയറും അതുപോലെ ബാക്കിയുള്ള റീഹാബിലിറ്റേഷൻ പ്രോസസ്സും കൊടുത്ത് ഇവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. അത് പ്രത്യേകിച്ച് നമ്മൾ ഒക്യുപേഷണൽ തെറാപ്പി അല്ലെങ്കിൽ ഈ ഫിസിയാട്രിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ് ഇവരെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കിടപ്പ് രോഗികൾക്ക് ശരിക്കും അതിൻ്റെ ന്യൂട്രീഷൻ, അവരുടെ ആഹാര പദാർത്ഥങ്ങൾ. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, തലച്ചോറിന് പരിക്കേറ്റാലുള്ള നൂതന ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോ സർജറി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമായിട്ടുള്ള ഡോക്ടർ ഷാജു മാത്യു ആണ്. ഡോക്ടർ, നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു.